തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് 25 രൂപ കൂടുതലായിരുന്നത്. 50 രൂപ കയറ്റിയാലും വാങ്ങാൻ ആളുണ്ട്. സൂപ്പർ സ്റ്റാറിന്റെ പടവാ. പോരാത്തിന് 7 ഇടി. വേഗം ചെല്ല്, സീറ്റ് നമ്പർ ഒന്നും ഇല്ല. ടിക്കറ്റ് ഉണ്ടോ? ഞങ്ങൾ 4 പേരുണ്ട്. 4 ഉണ്ട്, പക്ഷെ 100 രൂപയാവും. എത്രയായാലും വാ. ബ്ലാക്കിലേ ഉള്ളൂ, 4 100 രൂപ. സാറില്ല. തുറച്ചു നോക്കൊന്നും വേണ്ട, കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. തൽക്കാലം ഈ ഒരു മാർഗ്ഗമേ കണ്ടുള്ളൂ. എനിക്ക് നല്ലൊരു പണി കിട്ടട്ടെ. നിനക്കും നിന്റെ കൂട്ടുകാരികൾക്കും എന്റെ ചെലവിൽ ഒരു മാറ്റി കാണിച്ചു തരാം. എവിടെ കൂടിയുള്ളതുകൊണ്ട് 100 വേണ്ട, 50 മതി. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിപ്പിച്ചതാ. ലേഡീസും കൂടി ഉൾപ്പെട്ടതാണോ ഇവരുടെ റാക്കറ്റ്? എങ്കിൽ കേറിക്കോ, ഞാൻ സൽക്കരിക്കാം. ബ്ലാക്കിൽ 6 ടിക്കറ്റ് വിറ്റാലും ഞാൻ തൂക്കും, ബ്ലാക്കിൽ 6 ടിക്കറ്റ് വാങ്ങിയാലും ഞാൻ തൂക്കും. കള്ളന്മാരെ തൂക്കുന്നത് രാംകുമാർ IPS ഒരു നാടൻ കല മാത്രമാണ്. വണ്ടി വിടെ. ഓരോ പുലിവാലേ. തുടക്കത്തിൽ തന്നെ പോലീസ് പിടിച്ചത് നന്നായി, ഇല്ലെങ്കിൽ നാളെ അവൻ വല്ല ബാങ്കും കൊള്ളടിച്ചാനെ. അതെ, നമ്മൾ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? ഒരു വക്കീലിനെ കൊണ്ടുവരല്ലേ നല്ലത്. ഇപ്പൊ തൽക്കാലം ഞാൻ തന്നെ വക്കീലാവാ. നന്നായിരിക്കും. ആണുങ്ങളായ ഒരു ധൈര്യം വേണം. പാടോ. ഇതുപോലെ നാടക റിഹേഴ്സലോ മറ്റോ ആണോ? പോലീസ് സ്റ്റേഷൻ, ചെറുവാറ്റ പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ. പോലീസുകാര്. അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ. അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ. അവസരം ഇനിയുമുണ്ടോ. സാർ ഇത്രയും സഹൃദയനാണെന്ന് ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോ തോന്നിയില്ല. ആദ്യത്തെ വിരട്ടലും മറ്റും കണ്ടപ്പോ ഞങ്ങളങ്ങ് പേടിച്ചു പോയി. സംഗീതത്തിന്റെയും കവിതയുടെയും മുന്നിൽ ഞാൻ എന്നും ഒരു ദുർബലനാണ്. ഞങ്ങളുടെ ഭാഗ്യം. അപ്പോൾ പകൽ നിങ്ങൾ വീടുകൾ തോറും പാട്ടുപാടി നടക്കും. അതെ. അങ്ങനെ കണ്ട വീടുകളിൽ രാത്രി കക്കാൻ കയറും. ഞങ്ങളുടെ പതിവ്. കളവിന് സംഗീതത്തെ കൂട്ടുപിടിക്കണ്ട കള്ള റാസ്കൽസ്. നിന്നെ ഒതുക്കാനാണ് ഞാൻ ഈ കാക്കി കുപ്പായിട്ടിരിക്കുന്നത്. എടാ കിടുപിടികളെല്ലാം ഓയ മുറിച്ച് ഒറ്റക്കാലം നിൽക്കടാ. ഹാർമോണിയം തൊഴുതു നിൽക്കാൻ ഞാൻ വെളിച്ചപ്പാടൊന്നും അല്ല. കേറി വാ. കാര്യം എന്താണെന്ന് തുറന്നു പറ. കളവോ കൊലപാതകമോ? ഞാൻ കുറുപ്പ്, ഇത് അടിയോടി. അത് രണ്ടും ഒരു കുറ്റമല്ല. സാർ അതെന്റെ അച്ഛനാ. ഓ, ബ്ലാക്ക് മാർക്കറ്റ്. അച്ഛൻ മോന്റെ കളക്ഷൻ നോക്കി വന്നായിരിക്കും അല്ലേ? അല്ല, അവനൊരു വൃത്തികേട് കാണിച്ചതിന്റെ അകത്താണെന്ന് അറിഞ്ഞു. അപ്പൊ സാറ് മാന്യനായ ഒരു ഇൻസ്പെക്ടർ ആയതുകൊണ്ട് ഇവിടെ വരെ വന്ന് വിവരറിയാന്ന് വെച്ചു. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. അല്ല, കുറുപ്പും ഒരു മാന്യനാണ്. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ അവനെ ചാർജ് ചെയ്തോളൂ. ഞങ്ങൾ വരട്ടെ. നിൽക്ക്. കുറുപ്പ് എന്ത് കുറുപ്പാണ്? കൃഷ്ണക്കുറുപ്പാ. എവിടെയാ താമസം? ഇവിടെ അടുത്താ. ജനിച്ചു വളർന്ന നാട്ടിൽ സ്വന്തം മകൻ പോക്കരുത്തരം. ജനിച്ചു വളർന്നത് ചെർപ്പളശ്ശേരിയില്ല, ജോലിയായിട്ട് വന്നതാ. ചെർപ്പളശ്ശേരിയിൽ എവിടാ? പറഞ്ഞാ അറിയോന്ന് തോന്നുന്നില്ല. ചിറ്റാരിക്കൽ എന്ന് പറയും. ചിറ്റാരിക്കൽ ഒരു മാധവൻ ഉണ്ണിത്താനുണ്ടല്ലോ. ഉണ്ട്, ഞങ്ങൾ ബന്ധുക്കളാ. പക്ഷെ ഞങ്ങളാരും ഇങ്ങനെ ബ്ലാക്ക് ടിക്കറ്റ് വിറ്റ് നടക്കാറില്ല. മാധവൻ ഉണ്ണിത്താൻ ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, അത് കത്തിപ്പോയി. ഓഹോ, സാധാരണ തീപ്പെട്ടി കൊള്ളില്ലേ കത്താറുള്ളൂ. തീപ്പെട്ടി കമ്പനി അങ്ങനെ തന്നെ കത്തിപ്പോയി. ഭയങ്കര തമാശകൾ പറയല്ലയോ? ഇടയ്ക്കൊക്കെ പറയും. ഇതുപോലെ വല്ലതുണ്ടോ കയ്യില്? ചെറുതായിട്ടുണ്ട്. ആ, ഈ തീപ്പെട്ടി കമ്പനി എരിഞ്ഞപ്പോ നഖശിഖാന്തം പൊള്ളി ഒരുത്തനെ ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്തിയിരുന്നു 8 മാസം. അറിയോ? അറിയാം. ഒരു നാരായണൻകുട്ടി. അറിയാം. എന്റെ മൂത്ത സഹോദരന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ, ഇളയമ്മയുടെ, ചെറിയമ്മയുടെ, അമ്മാവന്റെ, നാത്തൂന്റെ മകന്റെ മകൻ നാരായണൻകുട്ടി എന്റെ അച്ഛനാണ്. ഫാദർ. ചിറ്റമ്മ. മോനെ നമ്മുടെ ബന്ധുവാ. അതെയോ ചേട്ടാ? റാസ്കൽ. പോലീസ് സ്റ്റേഷനിലാണ് ബന്ധം. അവിടെ ചുമ്മാ ഒന്ന് വരട്ടിയതാ, ഞാൻ തുറന്നു വിടാ. അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടവന്ധരെ അന്ധർ നയിപ്പൂ. ഓക്കെ. ഇവിടുന്ന് പുനലൂർക്ക് വിളിച്ച എന്റെ പെങ്ങളോട് 2 വർത്താനം പറഞ്ഞാല് 31 രൂപയോ? അത് കൊള്ളാം. പെങ്ങളോട് സംസാരിക്കുമ്പോ സമയം പോകുന്ന കാര്യം നിങ്ങളും ഓർക്കണം. ഞാൻ ആകെ സംസാരിച്ചത് 1 മിനിറ്റാ. എന്റെ സ്റ്റോപ്പ് വാച്ച് കാണിക്കുന്നത് 4.5 മിനിറ്റാ.
തന്റെ ഒടുക്കത്തൊരു സ്റ്റോപ്പ് വാച്ച്. ഈ വാച്ച് പരിപാടി ഞാൻ പൂട്ടിച്ചില്ല എന്നതേ ഇങ്ങനെ വിളിച്ചോ? ഓ പൂട്ടിക്കാൻ എല്ലാവർക്കും വലിയ എളുപ്പമാണ്, തുറപ്പിക്കാൻ ആരെയും കാണാറില്ലല്ലോ. മുതലാളി അയാൾ പറഞ്ഞത് നേരാ. ഈ 20-ാം നൂറ്റാണ്ടിൽ ആരാ സ്റ്റോപ്പ് വാച്ച് വെച്ച് STD വിളിക്കുക? മുതലാളി എങ്ങനെയെങ്കിലും ഒരു കമ്പ്യൂട്ടർ വാങ്ങി, ബാങ്കിൽ നിന്ന് വായ്പ കിട്ടും. അതൊക്കെ കിട്ടും, പക്ഷെ ലൈസൻസ് നിന്റെ പേരിലല്ലേ? മുതലാളി എന്റെ പേരിൽ വാങ്ങിക്കോളൂ. മുതലാളി ജാമ്യം നിന്നാ പോരെ. മുതലാളിക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല വാസു, കാര്യം ഞാൻ സുധാകരനാണെങ്കിലും ഒരുപാട് തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ. എന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ടാ. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ. ഈ മുഖം നിറയെ സത്യസന്ധതയാണ്, ആത്മാർത്ഥതയാണ്. മുതലാളിക്ക് വേണ്ടി ഉണ്ണിവാസു മരിക്കാൻ വരെ തയ്യാറാണ്. അതൊക്കെ എനിക്കറിയാം. പിന്നെ നിന്റെ ഈ മുതലാളി എന്നുള്ള വിളി അങ്ങ് നിർത്തണം. സാധിക്കില്ല മുതലാളി. എന്റെ അവസാനത്തെ ശ്വാസം പോലും ആ പേര് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകും. എന്താ സാർ, ഈ രജിസ്റ്റർ ഓഫീസിലേക്കുള്ള വഴിയേതാ? രജിസ്റ്റർ ഓഫീസിലുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങളോട് നേരെ പോകണം. നേരെ പോയാൽ ഒരു ജംഗ്ഷൻ വരും, അവിടെ നിൽക്കരുത്. അവിടെ നേരെ ഇടത്തോട്ട് പോയാൽ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിൽക്കരുത്. നിങ്ങൾ നേരെ പോവുക, അവിടെ ഒരു വർക്ക്ഷോപ്പ് കാണും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് നേരെ ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷൻ, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 1, 2, 3 4ാമത്തെ ബിൽഡിംഗ് രജിസ്റ്റർ ഓഫീസ്. ശരി. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ മുതലാളി. ആദ്യം ഒരു നേർവഴി, പിന്നെ ഒരു വളഞ്ഞ വഴി. ജീവിതം ക്ലീൻ.